ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മൾ തിരക്കേറിയ ആളുകളാണ്, വർക്കൗട്ട് ചെയ്യുന്നവരുമാണ്. ഇന്ന് നമ്മളിവിടെ ഫ്രൂട്ട്സ് ഇട്ട ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് നമുക്ക് കാണാം. അത് കണ്ണിനും സ്കിന്നിനും പ്രതിരോധത്തിനും, നമ്മളൊക്കെ പുറത്തു പോയി ക്ഷീണിതനായി വരുമ്പോൾ ഇതൊന്ന് കുടിച്ച് നോക്കാം. നമ്മൾ 5 തരമായിട്ട് ഇടുന്നുണ്ട്. ദിവസേന നമ്മൾക്ക് ഓരോ ഗ്ലാസ് കുടിച്ച് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ സ്മൂത്തിക്ക് ഉള്ളതാണ്. നമ്മൾ കുറച്ച് ഓറഞ്ച് നീര് മുന്നേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ആപ്പിള് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഓറഞ്ചും കൂടി അതിൽ കുറച്ച് അല്ലികൾ ഇട്ട് കൊടുത്തു. കുറച്ച് ക്യാരറ്റ് ചിരണ്ടിയത് നമ്മളതിലിട്ട് കൊടുത്തു. അടിച്ചെടുക്കാം. നന്നായി അഴിച്ചു വന്നു. ഇനി നമ്മൾക്ക് അതിൽ 2-3 പീസ് ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് വേണ്ടാത്തവർക്ക് ഇടണ്ട. ഒന്നുകൂടി അടിച്ചെടുക്കാം. ഗ്ലാസ്സിലേക്ക് പാർത്തി വയ്ക്കാം. ഈ സ്മൂത്തി വന്നിട്ട് നമ്മൾക്ക് കണ്ണിനും പ്രതിരോധത്തിനും അതുമാതിരി തന്നെ BP-ക്കും എല്ലാം നല്ലതാണ്. BP കുറയ്ക്കുവാനും നല്ലതാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഈ സ്മൂത്തിക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. കുക്കുമ്പർ ഇട്ട് കൊടുക്കുകയാണ്. കുക്കുമ്പർ ഇട്ടു. ഇനി നമുക്ക് ഗ്രീൻ ആപ്പിള് കുറച്ച് ഇട്ട് കൊടുക്കാം. പേരയ്ക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടപ്പ് വെച്ച് അടിച്ചെടുക്കാം. ഈ പുതിനയൊക്കെ നമുക്ക് വയറിന് നല്ലൊരു സാധനമാണ്. ഇതെല്ലാം കൂടെ ചേർത്തി അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്മൂത്തി വളരെ ഉപകാരപ്രദമാണ്. ഇനി നമുക്കിത് അടുപ്പ് തുറന്ന് നോക്കാം. ഇനി നമ്മൾക്ക് അതിൽ 1 ടീസ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ വളരെ നമുക്ക് നല്ലതാണ്. പ്രതിരോധത്തിന് തേനും നല്ലതാണ്. അങ്ങനെ നമ്മൾക്ക് ഒന്നും കൂടി അടപ്പ് വെച്ച് അടിച്ചെടുക്കാം. കുക്കുമ്പർ വന്നിട്ട് നമുക്ക് വെള്ളം ദാഹത്തിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പുതിനയില നമുക്ക് വയറിനും നല്ലതാണ്. പിന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനും ഇത് വളരെ ഉപകാരപ്പെടും. ഈ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ പാലക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് സ്പിനാച്ചാണ്. ഇനി നമുക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. പഴം ചേർത്തി കൊടുക്കാം. ഒരു പഴം കട്ട് ചെയ്തതാണ്. കുറച്ച് മുന്തിരി നമ്മൾക്ക് ആവശ്യം പോലെ എടുക്കാം. ഇനി നമ്മൾക്കത് അടിച്ചെടുക്കാം. ഇനി നമ്മൾക്കത് അടപ്പ് തുറന്ന് അതിൽ 2 പീസ് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട. അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പാർത്താം. അത് തയ്യാറായി കഴിഞ്ഞു. ഇത് വന്നിട്ട് നമുക്ക് ആർട്ടിനും ദഹനത്തിനും സ്കിന്നിനും വളരെ നല്ലതാണ്. ഇത് വന്നിട്ട് ഈ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ ചേർക്കാം. കുറച്ച് പാലക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് എന്താണെന്ന് വെച്ചാൽ സ്പിനാച്ച്. അതിലേക്ക് നമ്മൾ പാല് ഒഴിച്ചു കൊടുത്തു, 1/2 കപ്പ്. അത് മുന്നേ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അതടിച്ചു. ഇനി നമ്മളതിലേക്ക് ഒരു പഴം, ചെറിയ പഴം ഒരെണ്ണം വെട്ടിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കിവി ഇട്ട് കൊടുക്കാം. ഇനി യോഗാട്ട് നമുക്ക് 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് 2 പീസ് ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് വേണ്ടാത്തവർക്ക് ഇടണ്ട. നന്നായിട്ട് അടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. തയ്യാറായി. ഇത് വന്നിട്ട് നമ്മൾക്ക് ഉന്മേഷത്തിനും അതേപോലെ തന്നെ എല്ലിനും ദഹനത്തിനും വളരെ നല്ലതാണ്. ഈ സ്മൂത്തിക്കുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. പഴം 2 പഴമാണ് ഇതിൽ മുറിച്ചിട്ടിരിക്കുന്നത്. ചെറിയ പഴം. നമുക്കത് അടപ്പ് വെച്ച് പഴം മുന്നൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കത് തുറന്ന് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലൊഴിച്ചു. ഇനി നമ്മൾക്ക് അതിൽ കറുകപ്പട്ട പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു ചെറിയ 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അടപ്പ് വെച്ച് അടിച്ചെടുക്കാം.
ഐസ് ആവശ്യമുള്ളവർക്ക് ഇടാം. ഞാനിതിൽ 2 ചെറിയ പീസ് ഇട്ട് കൊടുത്ത് അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി തയ്യാറായി. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി വയ്ക്കാം. ഇത് വന്നിട്ട് ബ്രെയിനും ഓർമ്മയ്ക്കും അതേപോലെ തന്നെ പണിയെടുക്കാനുള്ള ഒരു ഉണർവും കൂടി നമുക്ക് കിട്ടും. ഈ സ്മൂത്തി വന്നിട്ട് നിങ്ങളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ അടുത്ത ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നന്നായിരിക്കും. ഞാനിതിൽ റാഗി സ്മൂത്തി കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.